ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ആത്മാർത്ഥമായ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഇന്ന് ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ എൻ്റെ ട്രിപ്പ് എലിഫൻ്റ കേവ്സിലേക്കാണ്. ഞാനിപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിലാണുള്ളത്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഒറ്റയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ കുറേ സൂയിസൈഡ് കേസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് തന്നിട്ടുണ്ട്. ബ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് ടിക്കറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലാണ് പോകേണ്ടത്. ഫെറിയാണ്. ഒരാൾക്ക് 290 രൂപയാണ്. 1 മണിക്കൂർ പോകാനും 1 മണിക്കൂർ വരാനും 2 മണിക്കൂർ ഇവിടെ സൈറ്റ് സീയിങ്ങുമാണ്. അതാണ് അവരുടെ കണക്ക്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. 5 മണിക്കാണ് ലാസ്റ്റ് വരുന്നത്. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോകും. സാധാരണ ഒരു യാത്ര പോകുന്ന പോലെയല്ല. ഇത്തവണ കുറച്ചൊരു ഹോംവർക്ക് ഒക്കെ ചെയ്താണ് ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങിയത്. ഇത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ വഴി കൂടെ കയറി അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അവിടെ ഫോണ് നമുക്ക് അലൗഡ് അല്ല, വീഡിയോ അലൗഡ് അല്ല. അവിടെ ചെക്കിങ് കഴിഞ്ഞാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി ചെക്കിങ്ങിലേക്ക് കയറാം. ചെക്കിങ് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാം, നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. രാവിലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഒരു 9:30-10 മണി ആയിട്ടുണ്ട്. 9:30ക്കാണ് ആദ്യത്തെ ഫെറി. അത് 5 മണി എന്നൊക്കെ പറയെങ്കിലും 6 മണി വരെ ഉണ്ടെന്ന് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് ബോട്ടിലേക്ക് കയറാം. വർക്കിംഗ് ഡേ ആയിട്ടും ആൾക്കാർക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെ ബോട്ട് വിട്ടു മക്കളെ. കാഴ്ചകൾ കണ്ടോ? ഓബ്രോയും താജും ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ 1 മണിക്കൂറാണ് ഈ യാത്ര. ഇതാണ് കാഴ്ചകൾ. ഇഷ്ടംപോലെ ബോട്ടുകൾ വേറെയുണ്ട്. എന്തായാലും മഴയൊക്കെ ഇത്തിരി ഒന്ന് കുറഞ്ഞത് കൊണ്ട് കടൽ വലിയ റഫ് അല്ലായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു, വലിയ ആടി ഒലച്ചിലൊന്നും ഇല്ല. ഇതിന് മുമ്പ് ഒരു മാസം മുമ്പൊക്കെ ഭയങ്കര മഴയത്തൊക്കെ പോയവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാണ്ട് നമ്മുടെ ബോട്ട് ആടി ഇളകി വെള്ളം ബോട്ടിനകത്ത് കയറി ആളുകൾ പേടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്ന തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കടൽ കാഴ്ചകളൊക്കെ കണ്ടതാ ഇങ്ങനെ. എന്തൊരു രസമാണ്. എല്ലാവരും ടിക്കറ്റ് കണ്ടോടി. 290 രൂപയുടെ ടിക്കറ്റാണ്. ഇങ്ങനെ എന്താ പറയണ്ടേ, കര കാണാണ്ട് ഇങ്ങനെ കടൽ കിടക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നമുക്ക് അറ്റത്തറ്റത്ത് വലിയ വലിയ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. കര കാണാ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ എന്ന പാട്ട് ഇവിടെ പാടാൻ കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടംപോലെ കപ്പലുകളും ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുടെ സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കടലിന്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു സൈഡെങ്കിലും ഒരു കരയെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂറോളം ഫുള്ള് റിലാക്സ് ചെയ്ത് കാഴ്ചകളും കണ്ടാണ് ഇങ്ങനെ യാത്ര. നല്ല സുഖമായ യാത്രയായിരുന്നു കേട്ടോ. യാതൊരു രീതിയിലും നമുക്ക് പേടി തോന്നിയില്ല. അതെ, അവിടെ ഒരു സായിപ്പ് എനിക്ക് ടാറ്റ പറയുന്നുണ്ട്. കണ്ടോ, പുള്ളിക്കാരന് നമ്മുടെ കുഞ്ഞു ബോട്ട് കണ്ടപ്പം വലിയ ഇഷ്ടപ്പെട്ടു. ആളവിടെ നിന്ന് നമുക്ക് ടാറ്റ പറയുന്നുണ്ട്. കടലിന്റെ കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ലല്ലോ. ആ കാണുന്നതാണ് അടൽ സേതു. ഇത്രയും ദൂരം നമുക്ക് എന്ത് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നറിയോ. സത്യമായിട്ടും ഇങ്ങനെ ഇത്രയും ശാന്തമായൊരു കടലിലൂടെയുള്ളൊരു യാത്ര ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ. ഇനി ബോട്ടിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിനിടയ്ക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നല്ലതാണേലും മോശമാണേലും ഇനി എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നിങ്ങൾ എന്നെ അറിയിച്ചിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാനൊരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ സംസാരിച്ച് എലിഫൻ്റ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബോട്ട് നിർത്താനുള്ളൊരു പരിപാടിയാണ്. നിർത്തി നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങാൻ നമുക്ക് ചെറിയൊരു പേടിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. പക്ഷേ വേറെ റിസ്ക് ഒന്നും ഇല്ലാതെ നല്ല ഉറച്ചതാണെന്ന് ഞാൻ ചവിട്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ കൂട്ടുകാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ചു പോകാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 5:30 മണിക്കാണ് അവസാനത്തെ ഫെറി. ഏത് ഫെറിയിൽ വേണമെങ്കിലും നമുക്ക് കയറി പോവാം. ഈ 290 രൂപയുടെ ടിക്കറ്റ് തന്നെ 2 വേ ആണ്. ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണം. അത് മാത്രമേ അവരുടെ ഒരു കണ്ടീഷനുള്ളൂ. ആ ഒരു ടിക്കറ്റും കൊണ്ട് തന്നെ നമുക്ക് 5:30ക്കോ അതിന് മുമ്പുള്ളതോ ഏത് ഫെറിയിൽ വേണമെങ്കിലും വരാം. 5:30ക്കുള്ളിൽ നമുക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം എന്നാണ്. വേറെ വണ്ടികളൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ടില്ല, കാരണം നല്ല ദൂരമുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഇനി ടോയ് ട്രെയിൻ ഉണ്ട്. ടോയ് ട്രെയിനിൽ കയറിയാണ് എലിഫൻ്റ കേവ്സിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം വിശപ്പും ദാഹമുള്ളവരൊക്കെ സ്നാക്സും ജ്യൂസും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്.
നമുക്കിനി ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് അവിടെയാണ്, എലിഫൻ്റ മിനി ട്രെയിൻ. നമുക്ക് അവിടെ പോയി टिकट എടുക്കാം. यहाँ पे कैसे टिकट रेट क्या है? 18 रुपये 18 रुपीज़ है जाना हो रहा है टू वे का। ओके, और वहाँ चल के वहाँ के फिर 5 रुपीज़ ग्राम पंचायत टैक्स है, उसके बाद केव्स टिकट है 140 रुपीज़ का 40 इंडियन फॉरनर 600। अच्छा, अलग अलग रेट है। ओके, और कितने बजे तक है वापस? लास्ट 5:30 लास्ट बोट है 5:30। थैंक यू भैया। आपका नाम? मेरा नाम लक्ष्मण। कहाँ के रहने वाले? इधर एलिफेंट आइलैंड के, हम प्रॉपर यहाँ के हैं। अच्छा, यहाँ पे लोग भी रहते हैं? 1200 पीपल रहते हैं यहाँ, और डिपेंडेंट टूरिस्ट वेरी नो अदर फोर्स। थैंक यू वेरी मच। ഇങ്ങനെ ഒരു കുഞ്ഞ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. 50 രൂപ കഴിക്കാം. ട്രെയിൻ വരാൻ ചെറിയൊരു ഇടവേള ഉള്ളത് കൊണ്ട് ചെറിയൊരു കുട്ടി സ്നാക്സ്. പൈനാപ്പിളും മാങ്ങയാണ് ഉപ്പും മുളകും ഇട്ടത്. ഇനി നമുക്ക് ആ ഒരു സൈഡിൽ പോയിരുന്നത് കഴിക്കാം. സ്കൈ ഫ്രീ ഇല്ല, അല്ലെങ്കിൽ കഴിച്ചൊരു വീഡിയോ എടുക്കായിരുന്നു. സൈഡിൽ ഒരു ഇച്ചിരി സ്ഥലം കണ്ടു, അവിടെ പോയിരുന്ന് പെട്ടെന്ന് അതങ്ങ് അകത്താക്കി. നല്ല റിഫ്രഷിങ് ആണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. ദൂരെ നിന്ന് നമ്മുടെ ടോയ് ട്രെയിൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കുഞ്ഞി പാളത്തിലൂടെ വരുന്ന കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ. കണ്ടോ, എന്തൊരു രസമാണെന്ന് നോക്കിക്കേ. അടിപൊളിയല്ലേ, ഒരു മിനി ട്രെയിൻ, കളിപ്പാട്ട ട്രെയിൻ പോലെ ഇരിക്കുന്നു. ഇനി അതിനകത്ത് നമുക്ക് കയറാം. മെയിൻ ലാൻഡ് എലിഫൻ്റ ഐലൻഡിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പാത്താണുള്ളത്. ആ പാത്തിലൂടെ നമുക്ക് നടന്നും പോകാം. ഒരു സൈഡിൽ കൂടെ ഈ കുട്ടി ട്രെയിനിൻ്റെ പാളവും കടന്നു പോകുന്നു. ഇതെല്ലാം ഞാൻ ലൈവായിട്ട് പറഞ്ഞെടുത്തതാണ്. പക്ഷെ ഇപ്പം നോക്കിയപ്പം ഒന്നും ക്ലിയർ ഇല്ല. കാറ്റിൻ്റെ ഇരമ്പൽ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലത്തെ കാറ്റായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് വീണ്ടും പറഞ്ഞെടുത്തതാണ്. നല്ല പൊള്ളി വൈബാണ് കേട്ടോ. തണുത്ത കാറ്റും ആ വ്യൂവും എല്ലാം കൂടെ സൂപ്പർ സുന്ദരം. 10 മിനിറ്റ് പോലും ഇല്ല, പക്ഷേ ആ ഒരു വ്യൂ അത് വെർത്താണ്. ആൾക്കാരെല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു റീൽസ് എടുക്കാനൊക്കെ എനിക്ക് തോന്നിയതാണ്, പക്ഷേ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടും സ്വന്തമായിട്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ചെറിയൊരു പേടി. അങ്ങനെ അടിപൊളി നമ്മുടെ മിനി ടോയ് ട്രെയിൻ യാത്ര ഇവിടെ തീരാറായിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി നടക്കുന്നൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ആ അറ്റത്ത് കൊണ്ടേ ഇറക്കും. ഇവിടെ കടലും കാടും എല്ലാം തന്നെ കാണുന്നുണ്ട്. ഒരു പ്രത്യേകമായൊരു ജോഗ്രഫിക് നേച്ചറാണ് മനസ്സിലാവുന്നത്. വണ്ടി നിർത്തി ഇനി നമുക്കിവിടെ ഇറങ്ങി മുന്നോട്ട് നടക്കാം. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് ധാരാപുരിയുടെ കൗണ്ടറാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇത് ഒരു 5 രൂപയുടെ ടാക്സും ഉണ്ട്. ബാക്കി 35 രൂപയാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റും എടുത്ത് ഇനി നമുക്ക് കുറച്ചധികം തന്നെ നടക്കണം. കുറേ സ്റ്റെപ്പുകൾ കയറണം. അത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഗുഹയെക്കുറിച്ച് ചെറിയൊരു ലോക വിവരം അറിഞ്ഞാലോ. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോണ്യുമെന്റ് ആണ്. എന്ന് വെച്ചാൽ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കിയിട്ടുണ്ട്. 2 വശത്തും വഴിയോര കച്ചവടക്കാരാണ്. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതാണ്ട് 1500ഓളം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ദ്വീപിനകത്ത്. അവരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അതായത് നമ്മളെപ്പോലുള്ള ആളുകൾ അവിടെ ചെല്ലുന്നു, അവിടുത്തെ ആളുകളുടെ കയ്യിൽ നിന്ന് പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ, ജ്യൂസ്. ഞാനും ഇതാ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, ഇച്ചിരി തളർന്നായിരുന്നു. 125 സ്റ്റെപ്പ് കയറിയാണ് ഗുഹയുടെ അവിടെ ചെല്ലേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് പോലെ ഞാനൊരു ലൈം സോഡ വാങ്ങി കുടിച്ചു. ഇനി മുന്നോട്ട് കയറുവാണ്. ഇവിടെ മുന്നോട്ട് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, പ്രധാനമായിട്ടും ഭക്ഷണ സാധനങ്ങളെല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ജാതി കുരങ്ങന്മാരാണ് ഇവിടെയുള്ളത്. അങ്ങനെ 125 പടികൾ കയറി ഞാനിതാ എലിഫൻ്റ കേവ്സിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴികളൊക്കെ താഴേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മഴയും വെയിലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ടാർപോളിനൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. കുരങ്ങന്മാരെ കണ്ടില്ലേ, എല്ലാ ഭാഗത്തൂടെയും കുരങ്ങന്മാരുടെ ഓട്ടമാണ്. ഗൈഡുകളുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ആവശ്യമായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവരെ കൂടെ വിളിച്ചില്ല. ഇതിലെ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നല്ല അടിപൊളിയായി നീറ്റായിട്ട് വെച്ച ഗാർഡനും അങ്ങനെയുള്ള നടവഴികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നാൽ ആ കാണുന്നതാണ് 1ാമത്തെ ഗുഹ. നമുക്ക് മുന്നോട്ട് നടക്കാം. ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു സമയം ആയതുകൊണ്ട് ആൾക്കാരുടെ ബഹളം തന്നെയാണ് ഇവിടെ എന്നും. എപ്പോഴും ആളുകളുണ്ട്.
ഇവിടെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഗാർഡ് പറഞ്ഞാണ് അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോസ് എത്ര വേണമെങ്കിലും എടുക്കാം. ഈ കാണുന്ന തൂണുകളെല്ലാം തന്നെ പാറ പൊട്ടിച്ച് അതിൽ കാർവ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആ നേരെ കാണുന്നത് നാട്യദേവതയായ നടരാജന്റെ ശില്പമാണ്. പക്ഷെ ഇതെല്ലാം പോർച്ചുഗീസുകാര് നശിപ്പിച്ച രീതിയിലാണ് ഉള്ളത്. കൈയും കാലും ഒക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഒറ്റക്കൽ ശില്പങ്ങളാൽ, അതും പാറക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പങ്ങളാൽ സമൃദ്ധമായ എലിഫന്റ കേവ്സിനെ 1987 ഇതിന്റെ ഭംഗി കണ്ടുകൊണ്ട് തന്നെയാവാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. ഈ കാണുന്ന ശില്പമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്രഹ്മാവായിരിക്കുമെന്നാണ്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഇത് ഒരു പ്രത്യേകതരം ശില്പമാണ്. അതായത് ത്രിമൂർത്തികളാണ്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഒരുമിച്ചുള്ള ഒരു ശില്പം. വളരെ റെയറായിട്ട് കാണപ്പെടുന്നതാണ്. ത്രിമൂർത്തി വിഗ്രഹത്തിന്റെ സൈഡിൽ കൂടെ നീങ്ങിക്കഴിയുമ്പം ഇത് ഗർഭഗൃഹമാണ്. ഇവിടെ വലിയൊരു ശിവലിംഗം ഉണ്ട്. അകത്ത് വീഡിയോ പറ്റത്തില്ല, അപ്പൊ എന്തായാലും ഒരു ഫോട്ടോ ആയിക്കോട്ടെ എന്ന് ഓർത്തു. ഈ കാണുന്ന പ്രതിമകളിൽ അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസം ഉയർത്തുന്ന രാവണൻ, അന്ധകാരമൂർത്തി, നടരാജൻ എന്നീ ശില്പങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായതിനാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. ഇനി നമ്മൾ നടന്നു ചെല്ലുന്നത് രണ്ടാമത്തെ ഗുഹയുടെ അടുത്തേക്കാണ്. ഇതാണ് രണ്ടാമത്തെ ഗുഹ. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ കാണാനുള്ള ഒന്നും തന്നെ ബാക്കിയില്ല. എല്ലാം ഏതാണ്ട് നശിച്ച മട്ടിലാണ് ഉള്ളത്. പിന്നെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് മടങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള മിക്ക ശില്പങ്ങളും 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലത്താണ് ഉണ്ടാക്കപ്പെട്ടത്. എന്നാൽ ചില പ്രതിമകൾ 7-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയിരുന്ന രാഷ്ട്രകൂട വംശജരുടെ കാലത്തും പണികഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കാണുന്നത് അടുത്ത ഒരു ഗുഹയാണ്. നമ്മൾ അതിലേക്കാണ് നടന്നു പോകുന്നത്. വലിയ ദൂരമില്ല, എല്ലാ ഗുഹയും തമ്മിൽ 5 മിനിറ്റ് 6 മിനിറ്റ് നടത്തമൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഇതുപോലെ ഒരു ഗുഹയുണ്ട്, കണ്ടോ? ഇത് പണ്ട് കാലത്തെ അമ്പലമായിരുന്നു എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ എനിക്ക് പറഞ്ഞു തന്നത്. പൂജയും വഴിപാടും ആരാധനയും ഒക്കെ നടന്നിരുന്നൊരു സ്ഥലം തന്നെയാണ്. ഇപ്പം എല്ലാം നശിച്ച് ഇപ്പം അവിടെ ഒന്നും തന്നെ ബാക്കിയില്ല. ഇതുപോലെ നമ്മൾ കാഴ്ചക്കാരായിട്ട് ചെല്ലുന്നത് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടന്ന് ഇനി അടുത്തൊരു ഗുഹയുടെ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, മഴ പെയ്ത കൊണ്ട് തന്നെ എല്ലാം മൊത്തം പച്ചമയമായിട്ടിരിക്കുവാണ്. നല്ല പച്ചപ്പും ഹരിതാപയും എല്ലാം കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ചും കൂടെ ചരിത്രം ഒന്ന് പറഞ്ഞാലോ. പണ്ടത്തെ കാലത്ത് ഖരാപുരി എന്നായിരുന്നു ഈ ദ്വീപിന്റെ പേര്. 16-ാം നൂറ്റാണ്ടിൽ ദ്വീപ് സന്ദർശിച്ച പോർച്ചുഗീസ് പര്യവേഷകരാണ് ദ്വീപിന് എലിഫന്റ ദ്വീപ് എന്ന് പേരിട്ടത്. ദ്വീപിന്റെ പ്രവേശന കവാടത്തിനടുത്ത് കൃഷ്ണശിലയിൽ നിർമ്മിച്ച ആനയുടെ മനോഹരമായ ഏകശിലാ ശില്പമുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ പേരിട്ടത് എന്നാണ് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത്. പണ്ട് അതായത് ഈ പോർച്ചുഗീസുകാർ ഈ ശില്പങ്ങളെല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു എന്നും അവർ പറഞ്ഞു. പക്ഷേ അതിനാവശ്യമുള്ള ചങ്ങലയോ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനങ്ങളോ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ ആ പരിപാടി ഉപേക്ഷിച്ചു. അതിന് പകരമായിട്ട് അവർ ഈ ശില്പങ്ങളെല്ലാം തന്നെ പൊട്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവർ പോയത്. എന്ത് കഷ്ടമാണ് അല്ലേ? എത്ര ബുദ്ധിമുട്ടി ഓരോരുത്തർ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതൊക്കെ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ അതിനെന്താണൊരു ഗുണമുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സംരക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ പറഞ്ഞ് ഇത് ഇനിയൊരു ഗുഹയാണ്. ഇതാണ് ശരിക്ക് ഗുഹ എന്നുള്ള അർത്ഥത്തിൽ തന്നെയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. മറ്റേതൊക്കെ കല്ലും കൊണ്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണല്ലോ. ഇത് ശരിക്കും ഒരു കാടിനുള്ളിൽ കിടക്കുന്ന ഒരു ഗുഹയായിട്ട് തന്നെയാണ് തോന്നിയത്. അങ്ങോട്ട് അധികം പോകാനായിട്ട് തോന്നിയില്ല, കാരണം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കുറച്ചടുത്ത് വരെയൊക്കെ പോയി നോക്കി, അവിടുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയും നടന്നപ്പോൾ തന്നെ ശരിക്ക് മടുത്തു. കാരണം കുറേ സ്റ്റെപ്സ് കയറാനുണ്ടായിരുന്നു, കുറേ നടക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു റിഫ്രഷിങ് ലൈം ജ്യൂസ് കുടിക്കാം. ലൈം സോഡ, നല്ല ചാട്ട് മസാലയും കാലാ നമക്കും ഒക്കെ ഇട്ട ഉപ്പും മധുരവും ഇട്ടോ അടിപൊളി ലൈം സോഡയായിരുന്നു. ശരിക്കും ഒരു റിഫ്രഷിങ് ഡ്രിങ്ക്. ചിലപ്പം ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്ത കൊണ്ട് തന്നെ വളരെയധികം റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയതായിരിക്കും.
അങ്ങനെ ഇനി നമ്മൾ മുന്നോട്ട് നടക്കുവാണ്. കേവുകൾ, അതായത് എലിഫന്റ് ഗുഹകൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. ആ വഴിയാണ് പോയത്. കണ്ടില്ലേ, പട്ടികളും കുരങ്ങന്മാരെല്ലാം ഈ സ്റ്റെപ്പിലെല്ലാം ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന കാണുന്നില്ലേ. എലിഫന്റ് കേവ്സ് കണ്ടതോടെ നമ്മുടെ ട്രിപ്പ് തീർന്നു എന്ന് വിചാരിക്കരുത്. ഇനി കുറച്ച് മുന്നോട്ട് പോയി ഒരു 10-15 മിനിറ്റ് ട്രെക്കിങ്, റിയൽ ട്രെക്കിങ് തന്നെയാണ്. ഈ വടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരെ തുരത്താനാണ്, പിന്നെ ഇടയ്ക്കൊന്ന് കുത്തി നടക്കാനും കൂടെ. അങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പീരങ്കി കാണാൻ വേണ്ടിയാണ്. ഇവിടെയും കുറെ കടകളൊക്കെ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ സൗകര്യം ഇവിടെ ഉണ്ട്. ആ പീരങ്കി അത്രയും മുകളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഏറ്റവും മുകളിൽ നിന്ന് നല്ല ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടിയാണ്. ശത്രുക്കളൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫയർ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിനാണ് ഇത്രയും മുകളിൽ കൊണ്ടുപോയി ഇത് പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, അതിനകത്താണ് ഇതിനാവശ്യമുള്ള വെടിമരുന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്, അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാൻ തന്നെ പറ്റില്ല, വളരെ റിസ്ക് ആണ്. ഇനി ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് നടക്കുവാണ്. അങ്ങനെ നമ്മുടെ തിരികെയുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ കാട് ആദ്യം ഇറങ്ങണം, പിന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങണം, പിന്നെ അവിടെ ചെല്ലുന്ന നമ്മൾ ടോയ് ട്രെയിനിൻ്റെ അവിടെ ആയിരിക്കും. ടോയ് ട്രെയിനിൻ്റെ അവിടെ നിന്ന് അടുത്തത് ബോട്ടിലേക്ക്. ഇങ്ങനെ നമ്മൾ തിരിച്ചവിടെ ചെല്ലും. എന്തായാലും ഈ യാത്ര നല്ല ഭംഗിയായിട്ട് നടത്താൻ എനിക്ക് സാധിച്ചു. ദൈവം എന്നെ സഹായിച്ചു. ഒറ്റയ്ക്കുള്ള ഒരു യാത്രയും കൂടെ കുറച്ച് സാഹസികമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും അത് നടത്തി കിട്ടിയല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഏതാണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗേറ്റ് വേയും താജും എല്ലാം കാണുന്നുണ്ട്. ഇനി ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കും, അതോടെ ഈ യാത്രയും കൂടെ അവസാനിക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.